സാധിച്ചത് 43 ഏക്കർസോട് കൂടി ഉന്നത വിജയം കരസ്ഥമാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. അത് നമ്മുടെ സ്കൂളിനെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് സാധിച്ചു. അതിൽ സർവീസിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവം ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമ്മുടെ സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിച്ചോളൂ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഇത്തലാലയം നിനക്കു നിത്യവും വസിച്ചിടം, എത്രയും മനോജ്ഞമായി സദാനമായി ഭവിക്കണം. ഇത്തലാലയം നിനക്കു നിത്യവും വസിച്ചിടം, എത്രയും മനോജ്ഞമായി സദാനമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ
നിനക്കു വന്ദനം സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. അതുപോലെ തന്നെ ഇന്നത്തെ സമയം ഉദ്ഘാടനം ചെയ്യുന്ന ഇതൊക്കെ മേഖലയിലുള്ള ആധുനിക സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ലോക്കൽ മാനേജർ ഈ സ്കൂളിന്റെ ലൈംഗിക കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഭൗതികവും അക്കാദമിക കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്ന ഓശി വൈദ്യൻ, അതുപോലെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി മജീഷ്യൻ പി ആർ ബ്രഹ്മ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഹോൾഡർ. മോശം വിഷയത്തിലുണ്ടെങ്കിൽ ഒരു വീട് ബന്ധപ്പെട്ട് മോശം വിഷയം കൈമോശമായിരുന്നു കേട്ടോ. അദ്ദേഹം എന്നെ സൂക്ഷിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് സാധനങ്ങൾ നമുക്ക് ആദ്യത്തെ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണ്ട രണ്ട് ഭാഗം നിങ്ങളുടെ കയറുണ്ടാവണം, അത് മൂർച്ചയുടെ കഥയുണ്ടാവും. ഈ രണ്ട് ഭാഗം നമുക്ക് ചെയ്യാൻ സാധിക്കും. ശ്രമിക്കാം. ഓക്കെ, ഇത് ആദ്യം ഞാൻ പ്രസന്റ് ചെയ്ത ശേഷം നിങ്ങൾ പഠിപ്പിക്കാം. റെഡിയാണോ? ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് ഈ ചാനലിന്റെ സെന്റർ നമ്മൾ കണക്കാക്കണം. കണ്ടോ? അപ്പോൾ സെന്ററായോ? ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യുക? നമ്മൾ ഈ സെന്റർ എടുത്ത ശേഷം ഇടത് കൈയ്ക്ക് നമ്മൾ നിന്ന് കടത്തി വെക്കാം. ഓക്കെ, കണ്ടു. അതിനുശേഷം നമ്മൾ ചെയ്യുക, ഈ മൂർച്ചയുടെ കത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിന്റെ സെന്റർ നമ്മൾ കട്ട് ചെയ്യും. കണ്ടു? അതിനുശേഷം മജീഷ്യൻ നമ്മൾ കട്ട് ചെയ്താൽ പക്ഷേ നിങ്ങളുടെ സംശയം നമ്മളെ തീർത്തേ പോകാം. ഇവിടെ ചെയ്യുമ്പോൾ നീ നമുക്കൊന്ന് കട്ട് ചെയ്താൽ അപ്പോൾ എന്തായാലും കട്ട് ചെയ്യാം അല്ലേ? നമുക്ക് വിഷമില്ല. നമ്മൾ കുറച്ചും കൂടി നമുക്ക് കട്ട് ചെയ്യാം. കുറച്ചും കൂടി കട്ട് ചെയ്യാം. ഏതാ? കുറച്ചും കട്ട് ചെയ്യും. കുറേ നീളം കട്ട് ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യുക? ഇതിന്റെ ഒരു അതിരേഖ ഒരല്പം ഗർഭം നമ്മൾ ചെയ്യുക. ഇവിടെ ചേർത്ത് ചെയ്യുക. അതിനുശേഷം മാജിക്കിന് വന്നിട്ടുണ്ട്. ഫോക്കസ് ഫോക്കസ് എങ്ങനെയാണ് മനുഷ്യനോ? ഇതെങ്ങനെ ചെയ്യുന്ന നമുക്ക് മനസ്സിലായോ? ഇല്ല. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. റെഡിയല്ലേ? അപ്പൊ നട്ടതന്നെ നോക്കുന്നേ. ഓക്കെ, ഇത് ദീർഘ ശ്വാസം കൊണ്ട് എടുക്കുക. പിടിച്ചു വെച്ചാൽ വിട്ടുകളയുക. അതിനുശേഷം ഉണ്ടാകരുത്. അപ്പൊ നമുക്ക് വേണ്ടത് എന്തെങ്കിലും ഒന്ന് നീളമുള്ള ശകലം ഉണ്ടാവും, രണ്ടാമത് മൂർച്ചയുടെ ഒരു കത്തി ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ, പക്ഷേ ഇത് മാത്രം മാനേജ് ചെയ്യാൻ വരുമോ? പറ്റില്ല. അപ്പൊ ഇതിന്റെ രഹസ്യം എന്താണ് എന്നാണ് ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത്. കേട്ടോ? ആദ്യം നമ്മൾ രഹസ്യം പറഞ്ഞു, അതിനുശേഷം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ശ്രമിക്കുന്നത് ഈ ചാനലിൽ നിന്ന് ഒരു ചെറിയ ചാനലിനെ മുൻകൂട്ടി കട്ട് ചെയ്തേക്കുക. മനസ്സിലായോ? ഒരു ചെറിയ പീസ് തന്നെ ആദ്യം തന്നെ കട്ട് ചെയ്തേക്കുക. കട്ട് ചെയ്ത പീസിന്റെ ശേഷം ഞാൻ ചിലപ്പോൾ സൂക്ഷിക്കാറുണ്ട്. കണ്ടോ? ഇതേ പീസ് തന്നെ മുൻകൂട്ടി കട്ട് ചെയ്തേക്കുക. കേട്ടോ? അതിനുശേഷം എന്താ ചെയ്യുക? ജസ്റ്റ് ഇതിനെ രണ്ടായിട്ട് മടക്കി എടുക്കുക. കേട്ടോ? ഈ മടക്കി എടുത്ത പീസിനെ എന്താ ചെയ്യുക? നമ്മുടെ ഇടത് കൈയുടെ കണ്ണത്തിലായിട്ട് ഒതുക്കി വയ്ക്കുക. കേട്ടോ? ഇതാണ് എല്ലാത്ത ചെയ്യാൻ നാട്ടുകാർ നിർത്തിയൊക്കെ വീട്ടിൽ വന്ന് തട്ടിട്ട് പോകും. ഒരു കാലത്ത് കൈങ്ങനെ പോകണ്ടേ, കൈങ്ങനെ മാത്രമേ നിൽക്കാവൂ. അപ്പൊ ഈ ഭാഗത്തെ ചെറിയ മാറുകൊണ്ട് ഇങ്ങനെ കൈ കൈ കാണുക. മനസ്സിലായോ? കൈങ്ങനെ നിൽക്കണം. ഈ സൈഡിൽ കാണുക. കേട്ടോ? അപ്പൊ ഈ സൈഡ് മാത്രമേ കാണുള്ളൂ, ഈ ഐറ്റം കാണുക. ഓക്കെ, അപ്പോഴും വീടാനാണ് കൈ പിടിച്ചു അതൊന്നും നോക്കി നമ്മൾ ചെയ്യാം. ചെറുപ്പം നമ്മളെ കണ്ടിരുമ്പോൾ അതാണ് ഈ ചാനൽ മാത്രം മറ്റുള്ളവർ കേട്ടോ? ഇതാണ് ഈ മാജിക്കിന്റെ മുന്നേറ്റം. ഇനി യഥാർത്ഥത്തിൽ മാജിക്കിലേക്ക് ഓരോ മാജിക്കിലും സംഭവിക്കുന്ന ഈ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് ദൃശ്യം കലാരൂപമായി മാറുന്നത്. ഈ സ്റ്റെപ്പ് ചെയ്യുന്നത് ഞാൻ അറിയിക്കാറില്ല, അതുകൊണ്ടാണ് ആസ്വദിക്കാൻ സാധ്യത. ഇത് എവിടെയെങ്കിലും മതി. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുമ്പോൾ ഞാൻ വർഷങ്ങൾ പഠിച്ചിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് തോന്നിയാൽ ചോദിക്കാം. കേട്ടോ? റെഡിയല്ലേ? ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ എന്താ ശ്രമിക്കാനുള്ളത്? ഈ ചാനലിന്റെ സെന്റർ നമ്മൾ കണക്കാക്കണം. ഈ സെന്റർ കണക്കാക്കുക. അറിയാമോ? ഈ ഇടത് കൈ വെച്ചുകൊണ്ട് തന്നെ ഈ വലത് കൈ ചാനൽ എടുത്ത് പുറത്തേക്ക് ഇട്ടാൽ മതി. അപ്പൊ ഇതിന്റെ സെന്ററായി. കേട്ടോ? അപ്പോൾ നമുക്ക് എന്താ കാണാം? നമ്മൾ മാജിക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കല്ല തലവേദന നല്ല ശ്രദ്ധ ഉണ്ടാവും. കേട്ടോ? ബുദ്ധിയാണ് നല്ല ശ്രദ്ധ ഉണ്ടാവും. ബുദ്ധി ശ്രദ്ധ ഉണ്ടാവും. കേട്ടോ? എന്താ അറിയാമോ? നമ്മൾ അഥവാ ഇതിന്റെ എടുത്ത് വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോയി നമ്മൾ ഇതിനൊക്കെ മാത്രം ശ്രദ്ധിക്കും. ഈ കൈ തിരിയും. തിരിയുമ്പോൾ ഒരു നാട്ടുകാർ കൈയിലെ കാണും. അല്ലെങ്കിൽ പിന്നെ അയച്ചു ചെയ്യാൻ വരുമോ? ഏരിയ നിന്നേക്കുന്നത് കൈ കിട്ടുന്ന വെട്ടി നമ്മൾ ഓടി രക്ഷപ്പെടണം. കേട്ടോ? തന്നെയാണ് രക്ഷിക്കുന്നത്. ഇതുണ്ടെങ്കിൽ നാട്ടുകാർ നാളെ ഇരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അപ്പഴേ എസ്കേപ്പ് ആയിക്കോട്ടെ. ഏരിയ നിന്നേക്കുന്നത്. അപ്പൊ ഒരു കാലത്ത് കൈ തിരിഞ്ഞ് പോകാൻ നോക്കണം. അതിനുശേഷം എന്താ ചെയ്യുക? നമ്മൾ ഈ ഇതിന്റെ സെറ്റർ ഭാഗത്ത് നമ്മൾ ഇടത് കൈ എടുക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ഇടത് കൈയുടെ പകുതി വരെ മാത്രമേ ഈ ചാനൽ വരാവും. കേട്ടോ? ഇതിന്റെ പകുതി വരെ മാത്രമേ ഈ ചാനൽ വരാവും. അല്ലാണ്ട് ഒരു വിധത്തിൽ ഇത് പൊങ്ങിപ്പോയത് പൊങ്ങിപ്പോയാൽ അമ്പലം വീട് ആദ്യം പറ്റില്ല. സൂക്ഷിക്കാൻ വേണ്ടി സൂക്ഷിച്ചാൽ. അപ്പൊ ഒരു വിധത്തിൽ ഇത് പൊങ്ങിപ്പോയത് നേരെ ഈ കൈയുടെ പകുതി വരെ മാത്രമേ വരാവും. കേട്ടോ? അതിനുശേഷം എന്താ ചെയ്യുക? താഴെയുള്ള രണ്ട് വിരൽ ഉപയോഗിച്ച് ഞാൻ ലോക്ക് ചെയ്ത് പിടിക്കുക. യെസ്. അതിനുശേഷം മുകളിൽ രണ്ട് വിരൽ മടത്തോടൊപ്പം ഈ ചാനൽ ചെറുതായിട്ട് പൊക്കിയിരിക്കുക. ഇപ്പൊ ചെറുതായിട്ട് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇത് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ചാനലുകൾ തന്നെയാണ്. കേട്ടോ? ഇതിന്റെ മനുഷ്യന്റെ അവസ്ഥ എല്ലാം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താ ചെയ്യുക? നമ്മുടെ എഫക്ട് വേണ്ടിയിട്ട് സെന്റർ നമ്മൾ ഒരു കത്ത് ഉപയോഗിച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം മോശം വസ്തുക്കളാണ് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ കൈ കട്ട് ചെയ്തിട്ടുണ്ടായത്. എനിക്കതൊക്കെ സർവാശ എപ്പോഴാണെങ്കിലും ഒരു ഭാഗമായതുകൊണ്ട് നല്ല കേരളമാണ് പഠനം പോയി ആസ്വദിച്ച്. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ എന്താണ് നല്ല സമയമാണ്. ശ്രദ്ധിക്കുന്നവരും ഇത് നേരെ അപ്പൊ ഒരു വിധത്തിൽ ഇത് ഒരു
പോകരുത്. അപ്പോൾ ഇത് പോകാൻ വളരെ ശ്രദ്ധയോടുകൂടി ഇതിന്റെ സെന്റർ കാട്ടിയത് ഇത് നോക്കാൻ ഇതും എടുത്ത് കാണിക്കുമ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാൻഡുകളാണ് എന്ന് കാണുന്നത് തോന്നുന്നുണ്ടാവും. ആ ധാരണയാണ് നമ്മൾ തിരുത്തുക. ഇനി എന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടണമെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന ഈ പീസ് നമ്മുടെ കയ്യിൽ ഒഴിവാക്കണം. ശരിയല്ലേ? ആ ഒഴിവാക്കണം. എങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ ബുദ്ധിപൂർവ്വം ഒരു തമ്മിൽ ഉപയോഗിക്കുക. കാരണം പ്രേക്ഷകർക്ക് നമ്മൾ ചോദ്യമാണ് കട്ട് ചെയ്ത് ഡൗട്ട് ആണോ? അവ എത്ര ഡൗട്ടിലാണ് ഒരു ഡൗട്ട് ചെയ്യുന്ന മജീഷ്യനല്ലേ തട്ടിപ്പാട് പറ്റിപ്പാട് ഉണ്ടായിപ്പാട് ആ ഒരു ചിന്താഗതി വളരെ പെട്ടെന്ന് ഉണ്ടാകും. ആ ഒരു ചെറിയ സമയമാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്താ ചെയ്യുക? ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് ഒഴിവാക്കുക. കേട്ടോ? ഇതൊക്കെ നമ്മൾ പറയുന്നത് ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ കാര്യമുണ്ട്, നമ്മൾ എത്ര തവണ കട്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ശരിയല്ലേ? ഇനി ഇത്രയും വിഷയപ്പെട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിൽ കുറച്ച് ഭാഗം പോകും. കാണിച്ചു കട്ട് ചെയ്ത് കുറച്ച് ഭാഗം പോകും. പിന്നെ ബാലൻസ് ചെയ്യാൻ ആവശ്യം. ശരിയല്ലേ? നമ്മൾ 1000 തവണ കട്ട് ചെയ്താൽ കുറച്ച് ഭാഗമേ പോകുള്ളൂ. അതിന്റെ ബാലൻസ് ചെയ്യാൻ വന്നുകൂടി. പക്ഷേ അതുകൂടി പോയാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. അതെന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ മറ്റൊരു കണ്ടോ എന്നാ ചെയ്യുക? ഇതിനെ കട്ട് ചെയ്യുക, ജസ്റ്റ് ലോക്ക് ചെയ്തെടുക്കുക, കട്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം വെച്ചോ തന്നെ കട്ട് ചെയ്ത് നമുക്ക് നിരവധി തവണ കട്ടായി പോയാൽ ഇത് കട്ടായി പോയാൽ മറ്റുള്ളവർ കഴിയും. അത് എന്താ ചെയ്യുക? എടുക്കുക, കട്ട് ചെയ്ത് നമുക്ക് കളയുക. നമ്മുടെ ശേഷം ഫ്രീ ആയി. ഇനിയാണ് മാജിക്കിന്റെ അടുത്ത സ്റ്റെപ്പ്. എന്താ ചെയ്യുക? ഇതിനെ ഒരു പാലം എടുക്കുക, ഒരു അല്പം ഉയർന്നു അപ്പേ ചുമ്മാ ഒരു കാര്യം എടുക്കുക. എന്നാൽ ചെയ്തേക്കണം. ഇതിന് വേണ്ടി എടുക്കുക. അതിനുശേഷം എന്താ ചെയ്യുക? ഇവിടെ ചേർന്ന് പിടിക്കുക. മാജിക്കിന് നമ്മൾ വായിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം പറയുക. ഞാൻ പറയുന്നത് ഫോക്കസ് ഫോക്കസ് എങ്ങനെ ഇഷ്ടപ്പെടാം. അപ്പോൾ എല്ലാവരും ഇന്നലെ വേണ്ടി ചെയ്യുക. ഒരു ചെറിയ ചാനൽ വെള്ളത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം കടകളിൽ കാണിച്ച് കൈകൾ മേടിക്കാം. ഓക്കെ? ചാടില്ല. ആ പക്ഷേ നമ്മുടെ വേണ്ടി ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഓഫ് യു. വെരി ഗുഡ്. എങ്ങനെയാണ് ഇന്ന് പുതുതായിട്ട് നമ്മുടെ പ്രൊഫഷണൽസ് വരുന്നത്? എന്നൊക്കെ ഹാപ്പിയാണോ? കുറച്ച് ഇവിടെ കാണാൻ സാധിക്കുന്നോ? എനിക്ക് എല്ലാം ക്ഷണിക്കുക കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. പഠിക്കണോ? എന്തായാലും ഇവിടെ വന്ന് ഞാൻ അവിടെ വന്ന് പരിചയപ്പെടുത്തിയിരിക്കുക വ്യതിരിക്കണം എന്നൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മൊത്തം ഒരു 15 മിനിറ്റ് സമയമാണ് എന്നിട്ട് നമ്മുടെ പ്രശ്നമായ ഇവിടെ പി കെ പ്രസിഡന്റ് എന്റെ പഴയകാല സുഹൃത്തുക്കളായിട്ടുള്ള ശ്രീ എന്നിട്ട് നമ്മൾ ചെയ്യാൻ ആവശ്യപ്പെട്ടത് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ തട്ടുന്നുണ്ടോ? തട്ടി മാറ്റി വേണ്ട ഒന്ന് കയറിയ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. വിഷമമില്ല. അപ്പൊ അതിനെ നമുക്ക് പരിചയപ്പെടാം. എന്റെ പേര് ഞാൻ കുട്ടേരി സ്വദേശിയാണ്. വളരെ സന്തോഷം ഇന്ന് നിങ്ങൾ കണ്ടപ്പോൾ. കാരണം ഇന്ന് എന്റെ മകൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. ഇന്ന് എന്റെ മകൾ മീനാക്ഷി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്ന് പുതിയ ലോകത്തിലേക്ക് 10ാം ക്ലാസ്സിന്റെ ലോകത്തിലേക്ക് കൂടാതെ എന്റെ മകളും ചെറിയ രീതിയിലൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇന്ന് അവരുടെ സ്കൂളിലെ പ്രവേശനോത്സവം എന്റെ മകളാണ് കഴിഞ്ഞിരുന്നത്. സ്വദേശിയാണ്. കഴിഞ്ഞ 34 വർഷത്തേക്കായി ജാമ്യ മേഖലയിലാണ് എന്റെ പ്രധാനപ്പെട്ട സഞ്ചാരം. കഴിഞ്ഞ 32 വർഷമായിട്ട് കൊല്ലം കേന്ദ്രീകരിച്ച് ഇതുവരെ 32 രാജ്യങ്ങളിലായി 34,700 വേദികൾ ജാനത്തെ ഒട്ടനവധി അവാർഡുകൾ പുരസ്കാരങ്ങളൊക്കെ നേടി വന്നു. അതിൽ തന്നെ എടുത്തു പറയുമ്പോൾ 2007 നമ്മുടെ കൊച്ചിക്കേരളത്തിലെ തൃശ്ശൂർ ശോഭമാൻ വെച്ചിരുന്ന അന്താരാഷ്ട്ര മന്ത്രിവച്ചോടുകൂടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കൊണ്ടുവരുവാനും അതിനുശേഷം 2010 കൊല്ലത്ത് വെച്ചിരുന്ന മായ മാതൃക എന്ന അന്താരാഷ്ട്ര മന്ത്രിവച്ചോടുകൂടി ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ്സിലേക്കും അതിനുശേഷം 2012 ആഫ്രിക്കയിലെ സെനഗലിൽ 2014 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വെച്ചിരുന്ന 2 ഡിഗ്രി മന്ത്രിവച്ചോടുകൂടി 2 തവണ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലേക്ക് ജാനകിയല്ലാതെ മറ്റൊരു പ്രവർത്തന മേഖല കൂടി ഉണ്ടായത് അദ്ദേഹത്തിന്റെ മേഖലയായിരുന്നു. പ്രശസ്തമായ ഓക്സ്ഫോർഡ് സ്കൂളിൽ 4 വർഷത്തോളം വ്യത്യസ്തമായ മാത്തമാറ്റിക്സ് പ്രവർത്തിമാര്. അതിനുശേഷം 2005 മുതൽ 2012 വരെ 7 വർഷക്കാലം കൊല്ലം പി കെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2012 ജാനകിയെ 12 തലക്ക് പിടിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും മഹത്തായ പ്രശ്നം ഒരു വിഷയം ജാനകിയ മേഖലയിൽ ഇന്ത്യയിലൊക്കെ നിങ്ങൾ വെട്ടി നാഷണൽ കൂടി പ്രോത്സാഹനങ്ങൾ കൂടി
ഞാൻ ആദ്യം ഈ ആ ഒരു മകൾ എനിക്ക് ഇഷ്ടമേ ഇല്ല കേട്ടോ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു വേദി ഒരു കലാപരിപാടി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ചില ആളുകളുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ആദരവ് നമ്മൾ പരിപാടി ഏറ്റവും കൂടുതൽ എന്താ ചെയ്യുക അവർ അറിയുന്ന ഒരു ഭാഷയുണ്ട്. എന്താണ് ഭാഷ? അങ്ങനെയാണ് നമ്മുടെ രണ്ട് കൈകൾ അങ്ങനെയാണ് കലാകാരൻ ഏറ്റവും അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ ലോകത്തിൽ ഇന്ന് വരെ ഒരു കലാകാരൻ വാക്ക് നൽകിയിട്ടുള്ള വിശ്വാസം അന്ന് ഞാൻ കേട്ടോ. ഇതെന്നറിയാമോ? ഇല്ല, എവിടെയെങ്കിലും മനുഷ്യ ഇഷ്ടപ്പെടുന്നില്ല എന്താ ചെയ്യുക? അത് അന്ന് ഭൂമി പക്ഷേ കാര്യമുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നല്ല മക്കൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് കുഞ്ഞുങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ഞാൻ പോയി പങ്കുകൊടുക്കും. നമ്മുടെ വികാരങ്ങളെ നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഇല്ല അങ്ങോട്ടെ ഇങ്ങോട്ട് ഇതിനെ കൂടുതൽ ഡോക്ടേഴ്സ് ആകാൻ, എഞ്ചിനീയേഴ്സ് ആകാൻ, അഡ്വക്കേറ്റ്സ് ആകാൻ, IAS ആകാൻ, മിലിറ്ററി, പോലീസ്, ടീച്ചേഴ്സ് ഇത്തരം പ്രൊഫഷൻ അല്ല അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ആകാൻ അങ്ങനെ കൂടുതൽ കൈകാര്യം അല്ലേ? ഇല്ല എന്താണ് അങ്ങനെയില്ല വീട്ടുകാരെ കൊണ്ട് പഠിച്ചു അങ്ങനെ വരും നല്ല കാര്യം നല്ല അക്ഷരോ അല്ല സയൻസ് ഉണ്ടോ? ഹലോ കേട്ടോ ഞാൻ ചോദിച്ചത് ഞാൻ നിസ്സാരമായി ചെറിയ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആ ഡോക്ടറാണ് ആഗ്രഹമുള്ള കൈയൊക്കെ എന്തോ വേല അച്ഛനാണോ അമ്മയാണോ അധ്യാപകനാണോ ആരോ അല്ലേ അമ്മ അമ്മ ഇഞ്ചിനീയർ അറിയില്ല. ഞാൻ ജസ്റ്റ് ചെറിയ കാര്യം സൂചിപ്പിച്ചിട്ട് ഞാൻ നമ്മുടെ മേഖലയിൽ എന്റെ മേഖല മാജിക്കാണ്. ഞാൻ പ്രസംഗത്തിന് വന്നാൽ പോകാറുണ്ട്. അപ്പോൾ ഞാൻ എന്റെ മേഖലയിലാണ് ഇത് ഈ വലിയ സൂചിപ്പിക്കണം തോന്നിയിട്ടുണ്ടാവും. ഞാൻ എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അറിയണോ? എന്റെ ജീവിതത്തിൽ ഞാൻ അറിയാം സ്ഥിരമായിട്ട് മാനേജ്മെന്റ് മേഖല കഴിഞ്ഞ ഒരു 7 വർഷത്തിന് മുമ്പ് ഞാൻ ഇടുക്കിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് തിരികെ വരുന്ന കൂടെ നല്ല കാറ്റുപടിയുണ്ടായ സമയത്ത് സൈഡിൽ മരം കടപുഴകി റോഡ് സൈഡിലേക്ക് വരും. ഞങ്ങളുടെ വാഹനം അവിടെ നിന്ന് പോകണമെങ്കിൽ ആ മരത്തിന് കുറച്ച് ചിങ്ങനൊക്കെ വെട്ടി ഒരിക്കൽ മാത്രമേ ഞങ്ങളുടെ വാഹനം എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. രാത്രിയായി മാറ്റാൻ തന്നെ സഹായിക്കാനില്ല. പ്രത്യേകിച്ച് കാര്യം പറഞ്ഞിട്ടില്ല. അവസാനം ഞങ്ങളുടെ രൂപങ്ങളിൽ എല്ലാം ക്ഷേമിക്കാണ് എങ്കിലും ഞങ്ങൾ രൂപങ്ങൾ ഇറങ്ങി കയ്യിലുണ്ടായ ചെറിയ കത്തിയൊക്കെ എടുത്തിട്ട് വെട്ടി മുറിച്ചിട്ട് ഒരു ഒരു കേക്കോട് മതിയായിട്ട് പരിശോധിച്ചപ്പോൾ അത് ഒരു പരുന്നിന്റെ പരുന്നിന്റെ ആ പെട്ടി തല ഒരു പരുന്നിന്റെ കൂടാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിനകത്ത് ഒരു കുട്ടിയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു കൗതുകമുണ്ട്. ഞാൻ ഭദ്രമായിട്ട് എടുത്ത് നോക്കി അതിന് യാതൊരു വിധത്തിൽ കേടുപാട് പറ്റിയില്ല. ഞാൻ നേരെ എടുക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടേ വീട്ടിൽ അമ്മ അന്ന് കോഴി ഞാൻ കൗതുകത്തിന്റെ ഈ പരുന്നിനെ കൂടിയിട്ട് കോഴിമുട്ടയിലേക്ക് വെച്ചു. കോഴി സിനിമ കടയിൽ കോഴി കോഴി കടയിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാ മുട്ടകളും കോഴിമുട്ടകളുടെ വരും കൂടെ ഈ പരുന്നിന്റെ കടയിൽ വെച്ചോ. നോക്കിയപ്പോൾ അമ്മ കോഴി നടന്നു പോകുന്നു. കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് യാതൊരു പരിപാടിയില്ല. സ്കൂളിൽ പോകണല്ലോ അതെല്ലാം പറയുന്നത് പോകുക. ഞാൻ കൗതുകത്തിൽ നോക്കി ഈ അമ്മക്കോഴിയുടെ കുറെ തന്നെ ഈ പതിനെല്ലാം കുഞ്ഞിക്കാണ്. അതിന് വിചാരം അത് ഇതിന്റെ മുതൽ അത് കാണുന്നത് ഇതാണ് എന്റെ അമ്മ, ഈ കോഴിയാണ് എന്റെ അമ്മ, ഞാൻ ഒരു കോഴി കുഞ്ഞാണ് എന്നാൽ ഈ പതിന്റെ വിശ്വാസം അതിന്റെ പുറകെ തന്നെ നീങ്ങി പോവുകയാണ്. ഈ അമ്മ കോഴി ഇങ്ങനെ ചെറിയ ഇട്ടുവിടുന്നു, ചെറിയ തീരാക്കി കുഞ്ഞുങ്ങളെല്ലാം കുത്തി പാടുന്നു. പതിനെ കുഞ്ഞും അതിനെ കുത്തി പാടും. കുറച്ച് കാലം കഴിഞ്ഞു, 2-3 മാസം കഴിഞ്ഞു. എല്ലാ കുഞ്ഞുങ്ങളും കുറച്ച് വലുതായി. പതിനെ കുഞ്ഞു വലുതായി. ഞാൻ കരുതി ഇത് അതിന്റെ സ്വന്തം മേഖല തേടിപ്പോയി. അതിനെ കൂട്ടിയിട്ട് വളർത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അതുകൊണ്ട് സ്വന്തമാക്കി. പക്ഷേ എന്തുകൊണ്ടാണെന്നില്ല ഈ പരുന്ന് പറന്നു പോയതുമില്ല, ഈ കോഴിയുടെ അടുത്ത് മാറുന്നുമില്ല. കോഴിയുടെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനോട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ദൂരത്തിലാണ് ചെയ്തത്. ഞാൻ ഈ പരുന്നിന്റെ കുഞ്ഞിനെ എടുത്ത് വളർന്നു നന്നായി. ഞാൻ ഇതിനെ എടുത്തുകൊണ്ട് നമ്മുടെ കൊല്ലം ലൈറ്റ് ഹൗസ് അവിടുത്തെ ഡാനിയൽ സാർ എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുക്കൂടിയാണ്. അതിന്റെ അവിടെ കയറുമ്പോൾ ടിക്കറ്റ് വാങ്ങാറില്ല. അത് നല്ല രസമാണ്. ഞാൻ ഡാനിയൽ സാർ എനിക്ക് ഒരു സഹായിച്ചു. ഞാൻ ഈ കുഞ്ഞിനെ ഇതിന് മുകളിൽ നിന്ന് ഒന്ന് പറത്തിവിടാം, ഒരു ആഗ്രഹം. ഞാൻ വേറെ കയറി കുറച്ച് അത് വിൽക്കുന്നില്ല കേട്ടോ. നമ്മുടെ ലൈറ്റ് ഹൗസ് ഒരു 10 ലക്ഷം ഉണ്ടാവും. ഇത് ഇങ്ങനെയാണ് സർവേ ചെയ്യും. ഞാൻ അവിടെ ചെറിയ വാദ്യാനത്ത് വീട്ടിലേക്ക് നേരെ പാർട്ടിക്കാരെ കിട്ടും. പക്ഷേ ഞാൻ കണ്ട കാഴ്ച വളരെ വേദനിക്കുന്നത് ഇത് വളരെ പേടിച്ച് വിറച്ച് ഇത് നേരെ നാടകം നിരന്തരം പക്ഷേ അതിൽ കാലുകൂടി അത് താന്നുകൂടി എല്ലാം കുറ്റബോധം വളരെ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത് മാത്രം കൂടുതലാണ്. ഞാൻ കുട്ടികൾ നേരെ പോയി മൃഗാശുപത്രി കൊണ്ടുപോയി അതിൻ്റെ മരുന്ന് വെച്ച് നേരെ ഏകദേശം 2 മാസത്തിലേക്ക് 3 ആരോഗ്യമായി അത് ഞാനത് കുറച്ച് സംശയം
ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന തെറ്റ്. ഒന്നുകൂടി ശ്രമിക്കണം. ഞാൻ വീണ്ടും ഇവിടെ ചെന്ന് ഞാൻ പറഞ്ഞു നേരെ ലൈറ്റ് ഹൗസ് ഏറ്റവും മുകളിലേക്ക് തന്നെ പോയി അവിടെ നിന്ന് പറഞ്ഞു ഒന്നിൽ ഇത് രക്ഷപ്പെടാം ഇല്ലെങ്കിൽ സമയം ചെയ്യും. നേരെ മുകളിലേക്ക് പോയി വളരെ സ്നേഹത്തോടെ തന്നെ ഈ പരത്തിനടുത്ത് ഉയർത്തിയത്. ശരി, ഇത് വളരെ പേടിച്ച് രക്ഷിച്ചു. ഇത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് പേടിച്ചിട്ട് ചെറുകളൊന്നും തട്ടി ഒന്ന് തട്ടിപ്പോൾ ഇത് ജസ്റ്റ് നേരെ ബാലൻസ് ചെയ്തു. അതിനകത്ത് ബാലൻസ് ചെയ്തു. അത് പതുക്കെ ചെറുകളൊന്നും വീശിക്കൊള്ളു. പതുക്കെ അത് കേരളം ബാലൻസ് ചെയ്ത് പതിയെ പതിയെ പൊക്കാൻ തുടങ്ങി. കുറച്ച് നേരത്തിന് ശേഷം ഞാൻ കണ്ടത് അതാണ് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ മേഘത്തിന്റെ മുകളിൽ നിന്ന് സൂര്യ ഭൂമിയെ കണ്ട് രസിക്കുന്നതായി. ഇതിനെ പറഞ്ഞറിയാമോ? നമ്മുടെ സമൂഹം, നമ്മുടെ അച്ഛനമ്മ, നമ്മുടെ സുഹൃത്തുക്കൾ പലരും നമ്മളോട് പറയാറുണ്ട് മക്കളെ നിങ്ങൾ പക്ഷിയാണ്, നിങ്ങൾ പറക്കാനുള്ള കഴിവുണ്ട്. എവിടെ ആ കോഴിക്കോടിന്റെ ഭാഗം വരെ ഡോക്ടർ അത്യാവശ്യം അക്ഷരം നോക്കി പറയാം കോഴിക്കോട് മുകളിൽ വരെ എഞ്ചിനീയർ. അതുമല്ലാന്നുണ്ടെങ്കിൽ വേണ്ടി വന്നാൽ ആ ചാടിയിരിക്കുന്ന ഭാഗത്ത് തകർത്ത് പോകുവരെ നിങ്ങൾക്ക് പറഞ്ഞു കേൾക്കാം കളക്ടർ. അതിപ്പോൾ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. നമ്മുടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കാരണവശാലും മനുഷ്യർക്ക് അവരെ സ്വന്തമായിട്ട് വളരുകയും അവരുടെ ആഗ്രഹങ്ങൾ വിട്ടുകൊടുക്കുക. അവർ ഈ ലോകത്തിന്റെ മുകളിൽ ആ മേഖലയുടെ മുകളിൽ നിന്ന് നമ്മളെ കാണട്ടെ, നമ്മുടെ ഭൂമി കാണട്ടെ. അതിനാകട്ടെ ഈ ഒരു പുതിയ അത്യാവശ്യം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് എല്ലാം വീണ്ടും സ്വന്തമായി സ്വന്തം വിഭാഗത്തിലേക്ക് പറഞ്ഞു വരാനുള്ള ആശംസ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചാനലിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഒരു ചെറിയ എന്താണ് ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നാം അറിയുന്നത്? ഒരു ചെറിയ ദിനത്തിലൂടെ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം നിങ്ങളെ പോലെ ഞാൻ നഗാറിൽ തന്നെ കാരണം തിരുസാഹചര്യത്തിൽ വെച്ചിട്ട് പറഞ്ഞത് 15 മിനിറ്റ് ക്ലാസ് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കേട്ടോ 15 മിനിറ്റ് ഒരു പരിപാടി ചെയ്യാൻ സാധിക്കും. ഞാൻ സാധാരണ 15 മിനിറ്റ് ഞാൻ പ്രോഗ്രാം ചെയ്തില്ല. എന്റെ ഗുരു പറഞ്ഞതിന്റെ കൂടെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ മ്യൂസിക് ചെറിയ വലിയ കാരണം ഞങ്ങളുടെ അവർക്കും അല്ലാത്തത് ഇവിടെ എന്റെ പുറത്തല്ലാതെ ഞാൻ ഒരു ഉപയോഗിക്കാം. അതുകൊണ്ട് നിങ്ങൾ രൂപീകരണം ഇപ്പൊ രൂപീകരണം തന്നെ കൊണ്ടുവരാൻ ഇവിടെ പിന്നാണ് ഉപയോഗിക്കും. അപ്പൊ അതിനാണ് പരിമിതിയുണ്ടാകും. ക്ഷമിക്കട്ടോ, ക്ഷമിക്കോ, രമേശുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞു ഏകദേശം നമ്മുടെ ഒരു കാര്യം നമ്മുടെ കലാലയ ജീവിതം ഏകദേശം ഇതേപോലെ അജ്ഞതയില്ലേ നമ്മളെല്ലാം കടന്നു വരുമ്പോൾ ഡോക്ടർ ഉണ്ടാവുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അതിനെല്ലാം തരണം ചെയ്യുന്നത് നമ്മൾ അധ്യാപകരായിരിക്കും. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് മാതാവ്, പിതാവ്, ഗുരു, ദൈവം. ആരെങ്കിലും അറിയാമോ? മാതാവ് നമ്മയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ ദൈവം. നമ്മളെ എല്ലാ കാര്യങ്ങളും കണ്ടുപഠിച്ച് നമ്മുടെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന സ്നേഹങ്ങളെല്ലാം കാട്ടിക്കൊണ്ടുവരുന്നത് മാതാവാണ്. അതിനുശേഷം പിതാവാണ് നമ്മുടെ സമൂഹത്തെ കുറിച്ച് പഠിച്ചു തരുന്നത്. അടുത്തതായിട്ട് ഗുരുവാണ്. ഗുരു നമ്മുടെ ബാക്കി അർത്ഥമോ അറിയില്ല? ഇല്ല. അറിവിന്റെ മഹാസാഗരത്തിൽ നിൽക്കുകയാണ് ഗുരുക്കന്മാർ. അതുകൊണ്ടാണ് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ കാണുന്നതുമായത്. പക്ഷെ നമ്മൾ പലരും കേൾക്കുന്നത് മാതാവ്, പിതാവ്, ഗുരു കൊണ്ട് ദൈവമാണ്. ഒരു കാര്യമില്ല, ഇതിനെ കൂടുതൽ എടുത്താൽ മതി കേട്ടോ. ഇതിലാണ് നമ്മുടെ ജീവിതത്തിലെ കാരണം ഇവരുടെ പ്രത്യേകത. ഇവരാരും നമ്മൾ നശിച്ചു പോകണമെന്ന് വിചാരിച്ചു നമ്മൾ തല്ലാറില്ല, നമ്മൾ ഉപദേശിക്കാറില്ല. നമ്മൾ നശിച്ചു പോകണമെന്ന് വിചാരിച്ചു നമ്മളെ നന്നാകണം എന്ന് വിചാരിച്ചിട്ടാണ് മാതാവ്, പിതാവ്, ഗുരു ഈ 3 പേർ ഉപദേശിക്കുക. ബാക്കി ലോകത്തിൽ ഒന്നിനെ നമുക്ക് വിശ്വസിക്കാം. അതേപോലെ അജ്ഞതയുടെ ലോകത്തിൽ ജീവിക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് ഇങ്ങനെ കറുത്ത ഒരു തുണി. ഇതിനെ ഈ ഒരു രീതിയാണ് ഏകദേശം ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ കലാലയത്തിലേക്ക് കടന്നു വരുന്നത്. ഇല്ലേ? ഇങ്ങനെ കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ അധ്യാപകർ എന്താണ് ചെയ്യുന്നത്? കുറച്ച് അറിവുകൾ, വിജ്ഞാനത്തിന്റെ അറിവുകൾ വർണ്ണസമ്പന്നമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അറിവിന്റെ വിജ്ഞാന ശേഖരങ്ങളായി നേരെ അറിവിന്റെ കടന്നു വരികയാണ്. അപ്പോൾ ഓരോരുത്തരും എപ്പോഴും അറിവിന്റെ ലോകത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ഒരിക്കലും കൂടി ആശംസിച്ചുകൊണ്ട് അടുത്ത ഒരു ചെറിയ ഇനം എന്താണ് ഒരു പാഠശാല, ഒരു പഠനമുറി. ശരിയല്ലേ? ഒരു പഠനമുറി പൊതുവായി ഉണ്ടാകുന്നത് ഏകദേശം നമ്മുടെ പഠനമുറി ഏകദേശം ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാം. 4 ചുമരുകളുള്ള ഒരു മുറി, 4 ചുമരുകളുള്ള ഒരു മുറി ഇതേപോലെ ചുരുക്കമായിട്ടുള്ള 4 ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മുറിയായിട്ട് നമുക്ക് പഠനം നമുക്ക് ക്ലാസ് മുറി നമുക്ക് ഏകദേശം ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരിൽ നിന്നും നമുക്ക് കിട്ടുന്ന പുതിയ പുതിയ വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്ന അങ്ങനെ ഓരോ സ്റ്റേഷൻ കഴിയുമ്പോൾ പുതിയ പുതിയ ഇതേപോലെ തന്നെ നമ്മുടെ ക്ലാസിന്റെ പ്രതീകമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു വസ്തുവാണ് ഏകദേശം സുതാര്യമായിട്ടുള്ള ഒരു ഗ്ലാസ് ബോക്സ്.
ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് പരിശോധിച്ചു. പക്ഷേ നോക്കേ തട്ടിമുട്ടി നോക്കും. അതിന്റെ മുമ്പാക്കി ഒരു വരുന്നു. ഞാൻ പറഞ്ഞു നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളാണ് കേട്ടോ നമ്മൾ അവരുടെ എന്തൊക്കെയാണ് ചെറുതായിട്ടുണ്ടെങ്കിൽ അവിടെ ചെറുതായിട്ടുണ്ടെങ്കിൽ കേട്ടോ നമ്മുടെ ഓരോ സമയങ്ങളിലുള്ള അവരുടെ വേണ്ടത് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിജ്ഞാനമായിരിക്കണം നമ്മുടെ അധ്യാപകർ പറഞ്ഞു നൽകുന്ന ഓരോ ചെറിയ ആളുകൾ അധ്യാപകർ തലയിൽ വെച്ച് സാധിച്ചത് അത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് വലിയ ഓക്കെ ജിജു ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം സൂചിപ്പിച്ചതെങ്കിൽ ഇന്നലെ വന്നപ്പോഴാണ് കാര്യം ആവശ്യപ്പെട്ടത് സ്മാർട്ട് ക്ലബിലാണ് ഇവിടെ ഉള്ളത് സ്മാർട്ടില്ല സ്മാർട്ടായിട്ടുള്ള കുറച്ച് പേരാണ് ചെയ്യുന്നത് അവർ പറ്റുമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു മാജിക് പഠിപ്പിച്ചു തരാൻ ശ്രമിക്കാം നിങ്ങൾ പഠിച്ചോളൂ പഠിക്കാൻ ശ്രമിക്കും ഓക്കെ ഇത് നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന മേഖലകൾ ഞാൻ ഇതിന്റെ ആദ്യം ജസ്റ്റ് പെർഫോം ചെയ്യാം അതിനുശേഷം എങ്ങനെയാണ് പഠിപ്പിച്ചത് ഓക്കെ ആദ്യമായിട്ട് എന്റെ കയ്യിൽ വലിയ കാർഡ് കാണാൻ സാധിക്കുമോ ഇതിന്റെ കാർഡാണ് അതിനുശേഷം ജസ്റ്റ് ഒന്നല്ല 1 2 3 ടൈമുകളായി അതേപോലെ തന്നെ ഇവിടെ ഒരു മാച്ച് പാസ് ചെയ്ത് ജസ്റ്റ് ഡിഷോട്ട് 4 1 2 3 4 5 ഇല്ല അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുക ആദ്യം വീഡിയോസ് വലിയ കാട്ടികളാണ് ഒരു ബേസ് ബോർഡ് പഴയ കാലത്തെ എന്തെങ്കിലും സാധിക്കും ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം ചെയ്യാം 2 വർഷങ്ങളിൽ കുറച്ച് ചെയ്യുക അതായത് വൈറ്റ് പേപ്പറോ വൃത്തിയാക്കുക അതിനുശേഷം അതിനുശേഷം കുറച്ച് റെഡ് കളറോ മറ്റേ കുറച്ച് ഡയമണ്ട് എടുത്തിട്ട് ആ വിനാടി അറിയില്ല ഈ സൈഡിൽ മൂന്നൊന്നുമില്ല നമ്മുടെ 2 ഡയമണ്ട് ഒട്ടിക്കുക മറുവശത്ത് ഡയമണ്ട് അറിയാമോ 5 ഡയമണ്ട് ഒട്ടിക്കുക ഓക്കെ അത് ഈ 2 വിധം വേഗം വന്നില്ല ഓരോ മാജിക്കുകളിൽ ഓരോ തുക്കുകളുണ്ട് ഈ രഹസ്യങ്ങൾ നമുക്ക് കാണാതെ പറ്റില്ല അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതാണ് ആദ്യമായിട്ട് ഈ ഭാഗത്ത് ഡയമണ്ട് 2 ഡയമണ്ട് നമ്മൾ എന്താ ചെയ്യുക ഇതിൽ നിന്ന് ഒരു ഡയമണ്ട് നമ്മൾ കൈയിൽ മാറ്റി വെക്കും അതിനുശേഷം എന്താ പറയുന്നു ഇവിടെ ഒരു ഡയമണ്ട് ആണ് ഉള്ളത് എന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യും അത് വിശ്വസിക്കും അത് തന്നെയാണ് അതേപോലെ മറുവശത്ത് 5 ഡയമണ്ട് ആണ് ഉള്ളത് ശരിയല്ലേ നമ്മൾ എന്താ ചെയ്യുക ഇതിൽ നിന്ന് ഒരു ഡയമണ്ട് നമ്മൾ കൈയിൽ മാറ്റി വെച്ചിട്ടാണ് പറയുന്നത് ഇവിടെ 1 2 3 4 ഡയമണ്ട് അപ്പോൾ അതിനുശേഷം എന്താ ചെയ്യുക നമ്മൾ ജസ്റ്റ് മാജിക് ക്ലാസ് കാണിക്കുക പ്രത്യേകിച്ച് കാര്യമില്ല അതിനുശേഷം അതിനുശേഷം പറയുന്നു ഇവിടെ 1 2 3 ഡയമണ്ട് പറയും അപ്പോൾ സ്വാഭാവികമായി ഒരു മനുഷ്യന്റെ ചിന്താഗതി വെച്ചിട്ട് ഇവിടെ നമ്മൾ ഉണ്ടായിരുന്നു പുതിയതായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അതേപോലെ ഇപ്പോഴത്തെ ക്ലാസ്സിലെ 5 ഡയമണ്ട് നമ്മൾ എന്താ ചെയ്യുക ഇവിടെ ഡയമണ്ട് ഇല്ലാത്ത നമ്മൾ കൈയിൽ മാർച്ച് ചെയ്യുക അതിനുശേഷം 1 2 3 4 5 6 ഡയമണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇപ്പോൾ ഡയമണ്ട് നമുക്ക് അപ്പുറത്ത് ഡയമണ്ട് വന്നിട്ടാൽ എന്ന മനുഷ്യന്റെ സ്വാഭാവിക ചിന്താഗതിയാണ് മനസ്സിലാക്കാം അപ്പോൾ എല്ലാം പഠിച്ചോ
പഴയ കാലത്തുള്ള കുഞ്ഞുങ്ങളുടെ ശരിയല്ലേ? നമ്മളൊക്കെ പഠിച്ച സമയത്ത് മൊബൈൽ ഫോൺ പോയിട്ട് ആൾക്കാർ വളരെ കുറച്ചുകൂടെ വാങ്ങിച്ചതായിരുന്നു. അതായത് ആകപ്പാടുള്ള ആളുകൾ. ഇന്നതല്ല. കമ്പ്യൂട്ടർ പോലെ നമ്മളെ കാണുന്ന വിദ്യാഭ്യാസകാലത്ത് കഴിയില്ല. അത്തരം കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഉപയോഗിക്കുന്നത്. പല പല വിരോധികളാണ്. ഈ ദിവസം ഞാൻ അന്വേഷണ പാർട്ടിയുടെ കുഞ്ഞുങ്ങളാണ് കൂടുതൽ നടത്തുന്നത്. അവരുടെ പല മാറ്റങ്ങളുണ്ട്. അവിടെ കുഞ്ഞുങ്ങളെ ചോദിക്കുന്ന സംശയമാണ് അവിടെ ഇതൊന്നും സാധ്യത പലപ്പോഴും കുഞ്ഞുങ്ങളെ ഹിന്ദുമായി അങ്ങനെയാണ് ചോദിച്ചാൽ നമ്മൾ അറിയുമോ? ഒന്ന് വിഷമിക്കണം നമ്മൾ കയ്യിൽ മാറ്റാൻ ചെയ്യണം. അപ്പോൾ ഒരു ടൈമിൽ ഉണ്ടാകുമല്ലോ. അതേപോലെ നമ്മൾ കാണിക്കുമ്പോൾ ഇവിടെ ഒരു ടൈമിൽ അക്ഷരിക 4 ടൈമിൽ പറയുമ്പോൾ യഥാർത്ഥ 5 ടൈമിൽ നമുക്ക് അറിയാം. ശരി. അപ്പോൾ നമ്മൾ കൈ മാറ്റി കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് മാറ്റി കാണിക്കണം. അവിടെ 4 ടൈമിൽ ഞാൻ സാധാരണ കുറച്ച് കാണിക്കാറുണ്ടോ? എനിക്കറിയാം. അപ്പോൾ യഥാർത്ഥം നമ്മൾ 2 ടൈമിൽ അപ്പോൾ അഥവാ 3 ടൈമിൽ നമ്മൾ പറയുമ്പോൾ ഈ കൈ മാറ്റി കാണിക്കാൻ പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കരുത്, പേടിക്കരുത്. എന്താ ചെയ്യുന്നത്? നമ്മൾ അവർ കൈ മാറ്റി കാണിക്കണം. ഓക്കെ, 3 ടൈമിൽ അതേപോലെ നമ്മൾ നമസ് കാണിക്കുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ 5 ടൈമിൽ കൈ മാറ്റി കാണിക്കാൻ പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നമ്മൾ വിഷമിക്കരുത്. മസാജ് ചെയ്യണ്ടേ? ഇല്ല, കൈ മാറ്റി കാണിക്കണം. അപ്പോൾ നമ്മൾ കാന്ത് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ കാന്ത് തയ്യാറാക്കിയിട്ട് ഈ ഭാഗത്ത് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് അല്ല അല്ലോ അല്ല ഒരു ടൈമിൽ അതേപോലെ നമസ് നടത്തുന്നത് നമസ് നടത്തുക അല്ല നിരവധി ടൈമിൽ അപ്പോൾ അടുത്ത ഒരിടത്തേക്ക് വരികയാണ്. മൊബൈൽ ആവില്ല, പെൻഡ്രൈവ് ആണ്.
Mandi.